ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്തെ ലെക്സോൺ ടാറ്റ ഷോറൂമിലാണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട്. ബാക്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ഷോറൂം അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കാണാനായിട്ട് രക്ഷയില്ല, അടിപൊളിയാണ്. സോ നമ്മൾ വന്ന കാര്യം പറയാം. ഇന്ന് നമ്മൾ കർവ് EV നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതാണ് Curve.EVയുടെ ഫ്രണ്ട് പോർഷൻ. നെക്സോണും ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ തന്നെയാണ്. നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലൊക്കെ സിംഗിൾ പീസായിരുന്നു നെക്സോണിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വേറൊരു പീസ് വന്നിട്ടുണ്ട്. സോ അതിവിടെ ചാർജിങ് സോക്കറ്റ് വന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ ഇവിടെയൊക്കെയാണ് ഈ ക്യാരക്ടർ ലൈൻസിനകത്തും ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ നോക്കുമ്പം ഈ ബമ്പറിൽ ഈ ലൈൻസ് കാര്യങ്ങളെല്ലാം നെക്സോണുമായിട്ട് അതിൻ്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ലൈൻസ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ക്രോം എലമെൻറ്റ് ബ്ലാക്ക് ആയിരിക്കും നെക്സോണിലേക്ക് വരുമ്പോൾ. സോ അതാണ് മറ്റൊരു ചേഞ്ച് വരുന്നത്. നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറ കാണാം. ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെൻസേഴ്സും അവൈലബിൾ ആണ്. ഈ ഒരു ചാർജിങ് സോക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്നതായിരിക്കും. പിന്നെ നെക്സോണിൽ സൈഡിലായിരുന്നു ചാർജിങ് വന്നിരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ സെൻറ്ററിലായിട്ട് നമുക്ക് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ലാമ്പുകളിലേക്ക് വരുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ്, LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കോർണറിങ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഫോഗ് ലാമ്പ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ചെറിയൊരു എയർ കർട്ടൻസ് നമുക്ക് കാണാം, ഫംഗ്ഷണലാണ്. പിന്നെ ഈ ഒരു പാറ്റേൺ ഡിസൈനൊക്കെ നെക്സോണുമായിട്ട് ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് നിങ്ങൾ കാണുന്ന ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഫുള്ള് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സോണിനകത്ത് അവിടെ എല്ലാം ഒരു മാറ്റ് ഫിനിഷാണ് വന്നുകൊണ്ടിരുന്നത്. താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ലൈറ്റ് കാണാം. അതും ഒരു ബ്രഷ്ഡ് അലുമിനിയം ഒരു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കർവിൻ്റെ കീ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കർവിൻ്റെ കീ വരുന്നത്. സോ നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു DRLs സീക്വൻഷ്യൽ DRLs നമുക്ക് കാണാൻ പറ്റും. വെൽക്കമിങ് ഫംഗ്ഷനും നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ടാറ്റ ബൈ ബൈ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ കാണുന്നത് ഇവിടെ ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സ്. ക്യാമറ വെച്ചിട്ടാണ്, റഡാറോ കാര്യങ്ങളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന വൈപ്പേഴ്സും റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് കർവിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പോർഷനിലാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സൈഡിലേക്ക് നോക്കാം. 18 ഇഞ്ച് ടയേഴ്സാണ് കർവിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു AVയിൽ വരുന്ന ടൈപ്പ് ഓഫ് ആ ഒരു അലോയ് വീൽസും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കുറച്ചും കൂടെ എയറോഡൈനാമിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിസൈനാണ്. ഇവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് വീൽ ആർച്ച് കാണാം. ഡോസിലേക്ക് ആ ഒരു ക്ലാഡിങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കാണാം. SUV ഡിസൈൻ ആയതുകൊണ്ടാണ് ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മിറേഴ്സിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ നമുക്കിവിടെ കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. 195 mm ആണ് 55 kW വേരിയൻറ്റിനകത്ത് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്. 45 kW വരുമ്പോൾ അത് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത് ബാറ്ററി പാക്കിൻ്റെ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ്. ബാക്ക് സൈഡിൽ ഈ ഒരു ഡിസൈനാണ് ഇത്രയധികം കർവിന് പോപ്പുലാരിറ്റി കൊടുത്തത്. മാർക്കറ്റിലേക്ക് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വരുന്ന, അല്ലെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു കൂപ്പെ SUV ആണ് കർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർവിന് ഒരു വലിയ പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ബാക്കിലെ ഡിസൈൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാക്കിൽ നിന്ന് ഇവിടെ ഈ കൂപ്പയായിട്ട് വരുന്ന ഈ ഒരു പോർഷനിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്പോയിലർ എന്ന് തോന്നുന്ന രീതിയിൽ, എന്നാൽ സ്പോയിലർ അല്ല, ആ രീതിയിൽ ഇവിടെ ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റാക്കി കുറച്ചും കൂടെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ സെൻറ്ററിലായിട്ട് നമുക്ക് ആ ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് കാണാനായിട്ട് പറ്റും. താഴേക്ക് വരുമ്പോൾ ഡിഫോഗൽ ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ റിയർ വൈപ്പറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കർവിനകത്ത് അവൈലബിൾ അല്ല. സോ ഇതാണ് കർവിൻ്റെ ബാക്ക് സൈഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യെസ്, ഇവിടെ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. സോ ആൾ ഓപ്പൺ ചെയ്തു. അകത്തൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോം അപ്ലയൻസ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ളത് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് സബ് വൂഫർ വരുന്നത്. 9 സ്പീക്കേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സ്, 4 ട്വീറ്റേഴ്സ്, 1 സബ് വൂഫർ. സോ അതിൻ്റെ സ്പേസ് ഇവിടെ ഉണ്ട്. സ്പെയർ വീൽസ് ഇതിൻ്റെ അടിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. 500 ലിറ്റേഴ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് പാർസൽ ട്രേ അവൈലബിൾ ആണ്. നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താലും ക്ലോസ് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ആ ഒരു സൗണ്ടൊക്കെ വന്നു, തന്നെ പതുക്കെ ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു പോർഷൻ നോക്കൂ. യെസ്, ക്ലിക്ക്.
ഇവിടെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കണ്ടില്ലേ, അത് മേളിൽ ഇവിടെയാണ് സാധാരണ വരാറ്, പക്ഷേ ഇതിനകത്ത് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ടെയിൽ ലാമ്പ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു ലൈറ്റ്സ് വന്നു. ആ രീതിയിലാണ് അൺലോക്ക് ആകുക. സോ സെൻട്രലായിട്ട് വൈറ്റ് കളറിലാണ് ടാറ്റയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. Curve.ev എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, റിവേഴ്സ് ക്യാമറ എല്ലാം ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ക്യാമറ സെൻട്രലിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് അതിൻ്റെ ആ ഒരു ബാക്കിലെ ബമ്പർ കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റിറ്റ് പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഡിപ്പാച്ചർ ആംഗിളുണ്ട് കേർവിന്. സോ ഞാൻ എൻ്റെ കാലൊന്ന് വെച്ച് കാണിക്കാം. ഇത് കണ്ടോ, എൻ്റെ കാലിൻ്റെ സൈസ് 10 ഇഞ്ചാണ് എൻ്റെ ഷൂസിൻ്റെ സൈസ് കേട്ടോ. സോ ഇത്രയും ഗ്യാപ്പുണ്ട്. ഇതുകൊണ്ട് ഓൾമോസ്റ്റ് ഇത്രയും ഗ്യാപ്പുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡിപ്പാച്ചർ ആംഗിളും കേർവിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു റിഫ്ലക്റ്റേഴ്സും റിവേഴ്സ് ലൈറ്റ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് കീ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ ഇവിടെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ മിറേഴ്സ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരുന്ന വരാം. ഈ രീതിയിലാണ് ഡോറിൻ്റെ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും ഒരു വൈറ്റ് കളറിലുമാണ് ഇൻറ്റീരിയർ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ 4-door പവർ വിൻഡോ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഹാൻഡിൽ നമുക്ക് കാണാം. ഇവിടെ ഒരു ഫയൽ പോക്കറ്റും ഒരു ബോട്ടിൽ ഹോൾഡറും നമുക്ക് കാണാൻ പറ്റും. കുടയൊക്കെ വെക്കാനുള്ള ചെറിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കേഴ്സിൻ്റെ സ്പേസ് JBL എന്ന് പറയുന്ന ബാഡ്ജിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെയും ചെറിയൊരു ട്വീറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊരു ടെക്സ്ചർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് ഫോൾഡ് ചെയ്യാനും ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷനിൽ ചെറിയൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വണ്ടികൾക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ടുള്ളൊരു എലമെൻ്റാണ്. സോ ഇനി ഉള്ളിലേക്ക് കയറി നോക്കാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു സ്റ്റിയറിംഗ് വീലുകളാണ്. ഡിസൈൻ ഒരു രക്ഷയില്ല. ഹാരിയറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ടൈപ്പ് ഓഫ് സെയിം ഒരു സ്റ്റിയറിംഗ് വീലുകളാണ്. 4 സ്പോക്കാണ്. സെൻട്രലായിട്ട് ആ ഒരു ലോഗോ കാണാം. ഇലുമിനേറ്റഡ് ആയിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ആ ലോഗോ നമുക്ക് കാണാം. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെയും ക്രൂയിസ് കൺട്രോളിൻ്റെയും കൺട്രോൾസ് എല്ലാം ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാണാം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് നമുക്കിവിടെ കാണാം. 10 ഇഞ്ചിൻ്റെ വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് കാണാം. അത്യാവശ്യം ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാം. ഇതിനകത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് ഫങ്ഷൻസ് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ നമുക്ക് മാപ്പ് കാര്യങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും ഇതിനകത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 12 ഇഞ്ചിൻ്റെ ഒരു വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അത്യാവശ്യം നല്ല ടച്ചൊക്കെ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു അടിപൊളി ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. Arcade EV മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് സിനിമകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മാത്രമല്ല 9 സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫിലിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. വലിയ ഡിസ്പ്ലേ ആണ്. സോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന്. സോ ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് എയർ പ്യൂരിഫിക്കേഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ എത്ര പൊല്യൂട്ടഡ് ആണ്, 3% അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഓഫ് പൊല്യൂഷനേ ഉള്ളൂ. ഇത് പൊല്യൂഷൻ്റെ അളവ് ഒരു 50ക്ക് മേളിലേക്കൊക്കെ പോകണം. അതിൻ്റെ വാർണിങ്സ് കാര്യങ്ങളെല്ലാം തരും. JBL മോഡ് നമുക്ക് കാണാം. JBL മോഡിനകത്ത് ഇപ്പോൾ ബാക്കിൽ കുട്ടികളൊക്കെ ചൈൽഡ് സീറ്റിലിരുന്ന് ഉറങ്ങുകയാണെങ്കിൽ അങ്ങോട്ട് സൗണ്ട് പോകാത്ത രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമായിട്ട് ആ സറൗണ്ട്സിനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ കാണുന്ന ഈ ഒരു ആംബിയൻ ലൈറ്റില്ലേ, നമ്മൾ ഈ സ്പോർട്സ് ഇക്കോ മോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ കളറും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ എക്കോ മോഡിൽ യെസ് ഗ്രീൻ കളറിൽ അത് വന്നു. സോ ബ്ലൂ കളറിൽ വന്നു. സോ ആ ഒരു ചേഞ്ചസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോ അതെല്ലാം വളരെ നീറ്റായിട്ടാണ്. ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ക്വാളിറ്റി അടിപൊളിയാണ്. ഇതൊക്കെ അവർ ലെതർ ഫിനിഷിലുള്ള മെറ്റീരിയൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു നല്ലൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടെക്സ്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇവിടെ എല്ലാം ഒരു ബ്രഷ്ഡ് അലുമിനിയം പീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, പക്ഷേ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓട്ടോമാറ്റിക് മിറേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ പനോരമിക് സൺറൂഫ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SOS ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് വെച്ചാൽ കോ ഡ്രൈവറിൻ്റെ ഭാഗത്തൊക്കെ ഓൺ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ മിറർ നമുക്ക് ഒന്നും കാണാൻ പറ്റും. ഈ ഒരു പോർഷനിലും മിറർ കൊടുത്തിട്ടില്ല. കൺട്രോൾസ് മൊത്തം ഫിജിറ്റൽ എന്നാണ് പറയുന്നത്. കുറച്ച് ഫിസിക്കലും ബാക്കി ഡിജിറ്റലും. അതിനെ ഫിജിറ്റൽ എന്നാണ് ടാറ്റ വിളിക്കുന്നത്. സോ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം ഓഫായി പോയത് നമുക്ക് കാണാൻ പറ്റും. ഓൺ ചെയ്യുമ്പോൾ വീണ്ടും തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഈ കൺട്രോൾസ് AC-യുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്
ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയാണ് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവിടെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ കാല് ഇവിടെ നിൽക്കുമ്പം ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും? ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അത് മറിഞ്ഞും പോകും. പിന്നെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു കൂൾഡായിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം വലിയ ഗ്ലൗ ബോക്സ് ആണ്. അകത്തേക്ക് നല്ല സ്പേസ് ഉണ്ട്. ലൈറ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ വേറെ കപ്പ് ഹോൾഡേഴ്സോ കാര്യങ്ങളോ ഒന്നും വേറെ കൊടുത്തിട്ടില്ല. ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളാണ്. 12 വോൾട്ട് ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്, USB ചാർജിങ് സോക്കറ്റ് നമുക്ക് കാണാം. ഈ ഒരു ഗിയർ സെലക്ടർ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ ഒരു ഗിയർ സെലക്ടർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഗിയർ സെലക്ടർ ഞാൻ നേരത്തെ കാണിച്ചു. പാർക്ക് ബ്രേക്ക് കാണാം, ഓട്ടോ ഹോൾഡിൻ്റെ കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ സീറ്റുകൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല കംഫർട്ടബിളാണ്. ഈ സീറ്റ്സിൻ്റെ ആ ഒരു നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് സീറ്റിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അതിൻ്റെ കൺട്രോൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി നമുക്ക് ഡ്രൈവർ സൈഡിലെ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി ഈ ഒരു പോർഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം. മാനുവലി വേണം കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. അത്യാവശ്യം ഉയർന്ന ബോണറ്റാണ്. സോ അതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഏകദേശം എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് ബാക്ക് സൈഡിലെ സീറ്റും കൂടെ നോക്കാം. ബാക്കിലെ സീറ്റിലേക്ക് കയറാം. അതിന് മുന്നായിട്ട് ഞാൻ കേർവിൻ്റെ ഡോറിൻ്റെ ഓപ്പണിംഗ് കാണിക്കാം. ഇത് 90 ഡിഗ്രി അല്ല, എങ്കിലും അത്യാവശ്യം വലിയ ഓപ്പണിംഗ് തന്നെ ഉണ്ട്. സോ നമുക്ക് ഈസിലി നമുക്ക് കയറാൻ പറ്റും. ബാക്ക് സൈഡിലെ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ രീതിയിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. സോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും ആ ഒരു സെയിം കളർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഉള്ളിലേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ ഞാൻ എൻ്റെ കംഫർട്ടിനാണ് ഫ്രണ്ടിലെ സീറ്റുകൾ ഇട്ടിരിക്കുന്നത്. സോ തൈ സപ്പോർട്ട് എനിക്ക് കുറച്ച് കുറവ് വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഹൈറ്റിൻ്റെ ആണ്. സോ എനിക്ക് അത്യാവശ്യം ഇത് കണ്ടോ ഈ രീതിയിലാണ് തൈ സപ്പോർട്ട് കിട്ടുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് സീറ്റിനകത്ത് ഇരിക്കാൻ. സീറ്റ് നല്ല രസമുണ്ടിരിക്കാനായിട്ട്. കാരണം ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ്. സോ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാണാം. ഈ ഹാൻഡ് റെസ്റ്റിൻ്റെയൊക്കെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കൈയൊക്കെ വെച്ചിരിക്കുമ്പോൾ. സോ അതൊക്കെ നല്ലതാണ്. ഈ സീറ്റുകൾ നല്ല സ്കൂപ്പ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ നമുക്കിവിടെ സെൻറ്ററിൽ ഒരു ബമ്പ് പോലെ ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് നല്ല ഒരു നടുവിനൊക്കെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. നല്ല സീറ്റുകളാണ്. ഐസോഫിക്സിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഡോർ പാറ്റേണിൽ ഹാൻഡിൽസ് കാണാൻ പറ്റും. ഇവിടെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. JBLൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള സ്പീക്കേഴ്സ് കാണാം. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ട്വിറ്റർ നമുക്ക് കാണാം. ബാക്കിലിരിക്കുമ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പനോരമിക് സൺറൂഫ് ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ അത് അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തല മുട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുകൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തല മുട്ടില്ല. സോ എൻ്റെ ഇത്ര ഹൈറ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. അതേ കാര്യം തന്നെയാണ് തൈ സപ്പോർട്ടിൻ്റെ കാര്യം പറയാനുള്ളത്. സോ എൻ്റെ ഇത്ര ഹൈറ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഹെഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ സീറ്റുകൾ നമുക്ക് 2 വേയിൽ റിക്ലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെയായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ആണ്. ഇവിടെ ഒരു ഗ്രാബ് റെയിൽ നമുക്ക് കാണാൻ പറ്റും. ക്രോം എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാൻഡിൽസിൽ. സോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബാക്കിൽ നിന്ന് പറയാനുള്ളത്. കേവ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 45 കിലോവാട്ടിനകത്തും 55 കിലോവാട്ടിനകത്തും ആണെന്ന് ഞാൻ പറഞ്ഞു. 45 കിലോവാട്ട് 502 കിലോമീറ്റർ റേഞ്ചാണ് തരുന്നത്. 55 കിലോവാട്ട് എന്ന് പറയുമ്പോൾ 585 കിലോവാട്ടാണ്. ഇത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ടാറ്റ കേവ് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രൂട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചു പോകും. ഓഫ് കോഴ്സ് അതാണ് ഈ ഒരു ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബൂട്ട് സ്പേസ് ആണ്. അതിനെ നമുക്ക് ഫ്രൂട്ട് എന്ന് വിളിക്കാം. ചില ആളുകളെ ഫ്രങ്ക് എന്ന് അതിനെ വിളിക്കാറുണ്ട്. സോ നമ്മളതിനെ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് ലോൺസിനെ കുറിച്ച് അറിയാനും EMI കുറിച്ച് അറിയാനും വണ്ടിയുടെ എന്തെങ്കിലും ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അറിയാനും നിങ്ങൾക്ക് ലെക്സോൺ ടാറ്റേനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.